ഓർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അമെൻഡ്മെൻറ്റ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സെക്ഷൻ 14A എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 14A എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. ആ 14A ക്ലോസ്, അതായത് സബ്സെക്ഷൻ 2 ശേഷം ആയിട്ട് 5 സബ്സെക്ഷൻസ് കൂടെ പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2A, 2B, 2C, 2D, 2E ഇങ്ങനെ 5 എണ്ണം. അതേതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 2A എന്ന് പറയുന്നത് എന്താണ്? The share capital contribution or financial assistance to the subsidiary institutions shall be met from the balance net profit of the society as provided under subsection 2 of section 56, and any further investment in subsidiary institutions from the society or bank other than share capital shall be released as loan as per the norms as may be specified by the registrar എന്നുള്ളതാണ്. അതായത് അനുബന്ധ സ്ഥാപനങ്ങളിലെ ഓഹരി മൂലധനം സംഘത്തിൻ്റെ അറ്റാദായത്തിൽ നിന്നും, അതായത് സെക്ഷൻ 56 അനുസരിച്ചുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിവിഷൻ ഉണ്ടല്ലോ, നമ്മുടെ അറ്റാദായ വിഭജനം, അതിൽ നിന്നും കണ്ടെത്തേണ്ടതും അനുബന്ധ സ്ഥാപനങ്ങളിൽ ഈ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഓഹരി മൂലധനം ഒഴികെയുള്ള ഏതൊരു അധിക നിക്ഷേപവും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വായ്പയായി അനുവദിക്കേണ്ടതുമാണ്. അടുത്ത 2B എന്ന് പറയുന്ന ഒരു സബ്സെക്ഷനാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. 2B പറയുന്നത് എനി സൊസൈറ്റി ഓർ ബാങ്ക് വിച്ച് ഹാഡ് അവൈൽഡ് എനി ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ് ഷാൽ ഇൻക്ലൂഡ് നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള in the board of directors of the subsidiary institutions as may be prescribed. അതായത് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ച ഏതൊരു സംഘവും അല്ലെങ്കിൽ ഏതൊരു ബാങ്കും അനുബന്ധ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡിൽ കേരള സർക്കാരിൻ്റെ നോമിനികളെ നിർണയിക്കപ്പെട്ട പ്രകാരം ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. അടുത്തത് 2C എന്ന് പറയുന്ന ഒരു സബ്സെക്ഷൻ പുതുതായിട്ട് ചേർത്തിരിക്കുന്നു. ദ രജിസ്ട്രാർ ഷാൽ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. രജിസ്ട്രാർ അനുബന്ധ സ്ഥാപനങ്ങളുടെ രേഖകളുടെ ഓഡിറ്റ്, പരിശോധന, ഒത്തുനോക്കൽ എന്നിവ നിർണയിക്കപ്പെട്ട പ്രകാരം നടത്തേണ്ടതാണ്. അടുത്ത 2D പുതുതായിട്ട് ചേർത്തിരിക്കുന്നു. എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ or financial assistance to the subsidiary institutions from the society or bank shall be allotted with the prior approval of the registrar based on the resolution passed by the general body of the society or bank concerned. അതായത് സംഘം അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും ഓഹരി മൂലധന വിഹിതമോ സാമ്പത്തിക സഹായമോ നൽകുന്നത് ബന്ധപ്പെട്ട സംഘം അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഘത്തിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പൊതുയോഗം പാസാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറുടെ മുൻകൂർ അനുമതിയോടുകൂടി ആയിരിക്കേണ്ടതാണ്. അടുത്തത് ലാസ്റ്റ് ചേർത്തിരിക്കുന്നത് 2E ആണ്. 2E എന്ന് പറയുന്നത് transferring funds or leasing of assets of the society to its subsidiary institutions shall be made with the prior approval of the government based on the resolution passed by the general body of the society or bank.
അതായത് ഹോൾഡിംഗ് സൊസൈറ്റി അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൈമാറുന്നതും സ്വത്തുക്കൾ ലീസിന് അതായത് പാട്ടത്തിന് നൽകുന്നതും ഹോൾഡിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ഹോൾഡിംഗ് ബാങ്കിൻ്റെ പൊതുയോഗം പാസാക്കുന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി ആയിരിക്കേണ്ടതാണ്. ഇങ്ങനെ 5 പുതിയ സബ്സെഷൻസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നിലവിലുള്ള സബ്സെക്ഷൻ 3ക്ക് ശേഷമായിട്ട് ഇനി പറയുന്നതും കൂടെ ചേർത്തിട്ടുണ്ട്, 4ാമതായിട്ട് ചേർക്കുകയാണ്. അതായത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ, നോ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി promoted under this section on or after the commencement of the KCS Amendment Act 2023 and the existing subsidiary institutions registered and working immediately before the commencement of the KCS Amendment Act 2023 shall continue its operation subject to the foregoing provisions in subsections 1 to 3 and in the manner as may be prescribed. 2023 കേരള സഹകരണ സംഘ 3ാം ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരു അനുബന്ധ സ്ഥാപനവും ഈ വകുപ്പ് പ്രകാരം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതും 2023 കേരള സഹകരണ സംഘ 3ാം ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന നിലവിലുള്ള അനുബന്ധ സ്ഥാപനങ്ങളെ നിർണ്ണയിക്കപ്പെടാവുന്ന വ്യവസ്ഥകൾ പ്രകാരം പ്രവർത്തനം തുടരുന്നതിന് അനുവദിക്കുന്നതുമാണ് എന്നാണ് ഈ പുതുതായിട്ട് ഈ 4ാമത് ക്ലോസിൽ 4ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് 14A വന്നിട്ടുള്ള പുതുതായി വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനി അതിനുശേഷം 14B ആണ്. 14Bയിലെ ഭേദഗതി എന്താണ് എന്ന് നമുക്ക് നോക്കാം. 14B എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. അത് 14Bയിൽ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പൽ ആക്ടിൻ്റെ സബ്സെഷൻ 1 ഒരു പുതുതായിട്ട് അതിനുശേഷം 14Bയിലെ 1ാം ഉപവകുപ്പിന് ശേഷമായിട്ട് 1A, 1B, 1C, 1D എന്നിങ്ങനെ 4 ഉപവകുപ്പുകളും കൂടി പുതുതായിട്ട് ചേർത്തിട്ടുണ്ട്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ 1A എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് societies shall be prepared by the societies concerned and the same shall be submitted to the general bodies of such societies for approval. അതായത് സഹകരണ സംഘങ്ങളുടെ പങ്കാളിത്ത രൂപീകരണത്തിന് വേണ്ട വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് ബന്ധപ്പെട്ട സംഘങ്ങൾ തയ്യാറാക്കി അത് അംഗീകാരത്തിനായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ പൊതുയോഗത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അതാണ് 1A. പിന്നെ 1Bയിൽ പറയുന്നത് The project report approved by the general bodies of the societies shall be submitted to the government through the registrar for the approval of the formation of such partnership of cooperative societies in the manner as may be prescribed. സഹകരണ സംഘങ്ങളുടെ അത്തരം പങ്കാളിത്ത രൂപീകരണം അംഗീകരിക്കുന്നതിനായി സഹകരണ സംഘത്തിൻ്റെ പൊതുയോഗങ്ങൾ അംഗീകരിച്ച പ്രോജക്റ്റ് റിപ്പോർട്ട് രജിസ്ട്രാർ വഴി നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. 1Cയിൽ പറയുന്നു, ദ രജിസ്ട്രാർ ഷാൽ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ സച്ച് സൊസൈറ്റീസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്.
അത്തരം സംഘങ്ങളിൽ രജിസ്ട്രാർ നിർണ്ണയിക്കപ്പെട്ട പ്രകാരം ഓഡിറ്റ്, പരിശോധന, ഒത്തുനോക്കൽ എന്നിവ നടത്തേണ്ടതാണ്. ഇനി 1D-യിൽ ഇൻ ദി കേസ് ഓഫ് റൈസിംഗ് ഓഫ് ഫണ്ട് ഫോർ സച്ച് പാർട്ണർഷിപ്പ് പ്രയർ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷാൽ ബി ഒബ്റ്റൈൻഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അത്തരം പങ്കാളിത്ത സഹകരണ സംഘങ്ങൾക്ക് പൊതു ആവശ്യത്തിനായി നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം ഫണ്ട് സ്വരൂപിക്കുന്നതിനായിട്ട് സർക്കാർ ഉത്തരവാകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് 1A, 1B, 1C, 1D എന്നിങ്ങനെ 4 സബ്സെക്ഷൻസ് പുതുതായിട്ട് ചേർത്തിരിക്കുകയാണ്. ഇനി സെക്ഷൻ 15 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ചെറിയൊരു ഭേദഗതിയാണ്. അതായത് സെക്ഷൻ 15 എന്ന് പറയുമ്പോൾ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനാണ്. അതിലെ 3-ാം ഉപവകുപ്പിന് ശേഷം പുതുതായിട്ട് ഈ മെർജർ സംബന്ധിച്ച് 4-ാം ഉപവകുപ്പായിട്ട് ഒരു പുതുതായിട്ട് ചേർത്തിരിക്കുകയാണ്. where one or more societies are merged with another society in accordance with the provisions of section 14, the registration of each of the merging societies shall stand cancelled and shall be deemed to have been dissolved and shall cease to exist as a corporate body. അത് ആണ് 15-ാം വകുപ്പിലെ 3-ാം ഉപവകുപ്പിന് ശേഷം പുതുതായിട്ട് 4-ാം ഉപവകുപ്പ് ചേർത്തിരിക്കുന്ന ഈ മെർജറിനെ പറ്റിയാണ്. അതായത് ഒന്നിൽ കൂടുതലോ സംഘങ്ങൾ മെർജ് ചെയ്ത് കഴിയുമ്പോൾ അതിലെ ഈ 14-ാം വകുപ്പ് അനുസരിച്ചാണ് മെർജിങ്ങിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ, മെർജ് ചെയ്യുന്ന സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകുന്നതും അത് ആ സംഘങ്ങൾ ഡിസോൾവ് ആയി പോകുന്നതും ആ സംഘങ്ങൾ നിലവിലില്ലാണ്ട് ആയിത്തീരുന്നതും അതൊരു കോർപ്പറേറ്റ് ബോഡി അല്ലാണ്ടായിത്തീരുന്നതുമാണ്. അതാണ് രജിസ്ട്രേഷൻ ക്യാൻസലാകുമ്പോഴുള്ള കാര്യമാണ്. അത് മെർജ് ചെയ്യുമ്പോൾ മെർജ് ചെയ്യപ്പെട്ട സംഘങ്ങളുടെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലെ ഭേദഗതി സെക്ഷൻ 16-ലാണ് ഭേദഗതി ഇനി വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ അമെൻഡ്മെൻറ്റ് സംബന്ധിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിവരം അറിയിക്കണം. അതിനെന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റിൽ കൂടി അറിയിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അത് പല പ്രാവശ്യം കേട്ട് കണ്ട് ഇത് പഠിക്കുക. ഓക്കെ.